ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയില് നമ്മുടെ കാശിക്കുട്ടന്റെ ഒരു കുഞ്ഞൊരുക്കമാണേ. ഇപ്പത്തെ ചിത്രപ്പണികളൊക്കെ നടത്താൻ ആളുറങ്ങുക തന്നെ വേണം കേട്ടോ. ആളുറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മിനുക്ക് പണിയൊക്കെ തുടങ്ങാം. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പണിയായുധങ്ങൾ. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ കരിപ്പൊടിയാണ്. ഈ കരിപ്പൊടിയിൽ ആവശ്യത്തിന് ഒത്തിരി എടുത്ത് എണ്ണ ഒഴിച്ച് കരി ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുക. വീഡിയോ ഒക്കെ പിടിക്കുന്നതല്ലേ, എന്നാ പിന്നെ കുറച്ച് ചന്തത്തിനങ്ങ് വരച്ചേക്കാന്ന് വിചാരിച്ചു. വീതി കുറച്ചൊരു വര വരച്ച് പിന്നീട് ഇത് കുറച്ച് കട്ടിക്ക് വരയ്ക്കാം കേട്ടോ. കാശിക്കുഞ്ഞിന്റെ കുഞ്ഞുവാവ് പരുവത്തിലൊക്കെ എനിക്ക് ഈ കണ്ണും പിരിവൊക്കെ എഴുതുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. എന്റെ കുഞ്ഞു മുഖത്ത് പൊട്ടും കുത്തും കുറിയും കോമയൊക്കെ വരച്ച് ഞാനൊരു പരുവമാക്കിയിരുന്നു ആ സമയത്ത്. പിന്നീട് പോകെ പോകെ കാശിക്കുഞ്ഞിന്റെ ഒരുക്കമൊക്കെ ഞാനങ്ങ് കുറച്ചു കേട്ടോ. എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കാശിക്കുഞ്ഞിന് പിന്നെ ഇങ്ങനെ പിരിവൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നല്ലേ. കാശിക്കുട്ടന് പിരികം വരയ്ക്കുന്നത് എന്നെ സംബന്ധിച്ചൊരു ടാസ്ക് തന്നെയാണ്. എപ്പോ ഇവര് പിരികം വരയ്ക്കാൻ തുടങ്ങിയാലും അവനെ അപ്പോ ഒന്നുകിൽ തെളിയും അല്ലെങ്കിൽ ആണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇവര് പെട്ടെന്ന് പിരികം വരയ്ക്കാം, പെട്ടെന്ന് പൗഡർ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പിരികം വരയ്ക്കുക. കാശിക്കുഞ്ഞിന് ഞാനങ്ങനെ കണ്ണ് എഴുതി കൊടുക്കാറുള്ളത്. ഇടുക്കല്ല, വാലിട്ട് കൊടുത്താലായി, അത്ര തന്നെ. കുഞ്ഞുമാവ പരുവത്തിലെത്തി കാശിക്കുട്ടനെ ഇങ്ങനെ നല്ല ചന്തത്തോടെ ഒരുക്കുമ്പോൾ വീട്ടില് വഴക്ക് പറയായിരുന്നു കേട്ടോ. കരി എഴുതുന്നത് ചന്തത്തിന് വേണ്ടിയിട്ടല്ല, കണ്ണ് തട്ടാതിരിക്കാനെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. ആവോ, നമുക്ക് അത്ര വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ വക ഡയലോഗൊന്നും അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും കാശിക്കുഞ്ഞിന്റെ കാലിലൊരു കരിക്കുത്തിട്ട് കൊടുക്കുമായിരുന്നേ. മുന്നേ ഞാൻ പറഞ്ഞ കാര്യം ഇപ്പൊ വിശ്വാസമായല്ലോ. ഏതാണ്ട് നമ്മുടെ പിരികം വരെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് വരച്ചു തീർക്കുന്നത് ഒരൊന്നൊന്നര പണിയാണ് കേട്ടോ. കൂടുതലും ഈ നേരം അവൻ എഴുന്നേക്കുകയാണ് പതിവ്. പിന്നെ എങ്ങനെയൊക്കെയോ വരച്ചു കൂട്ടും, അത്ര തന്നെ. നമ്മുടെ മേക്കപ്പിന്റെ മുക്കാൽ ഭാഗവും കഴിഞ്ഞു കേട്ടോ. ഇനിയൊരു പൊട്ടും കൂടി ഇട്ട് കൊടുത്ത സെറ്റ്. അയ്യയ്യോ, പൊട്ടിടാൻ വരട്ടെ, ആദ്യം ഇത്തിരി പൗഡർ ഇട്ട് കൊടുക്കട്ടെ. ഇല്ലെങ്കിൽ ഈ കരിയുടെ കാര്യത്തില് ഇന്നൊരു തീരുമാനമായത് തന്നെ. ഞാൻ എപ്പോ കുഞ്ഞിന് പിരികം വരച്ചാലും ഒരു പിരികം നന്നായി വരികയും ഒരു പിരികം എപ്പോഴും ഒന്ന് കോണിച്ചിരിക്കുകയും ചെയ്യും കേട്ടോ. ഇന്ന് എന്തോ പറ്റിയോ ആവോ, ഏതാണ്ട് ഒന്നൊറ്റന്ന് തോന്നുന്നു. ഇനി പൊട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഒരു കുഞ്ഞു കുത്തില് തുടങ്ങുന്ന പൊട്ടാണേ. അത് കഴിഞ്ഞ പിന്നെ എന്റെ മിനുക്കുപണി അങ്ങോട്ട് തുടങ്ങും. അവസാനം അതൊരു ഒന്നൊന്നര പൊട്ടായി തന്നെ മാറും. നോക്കിക്കോ.